നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന ഉത്സവത്തെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് നിങ്ങൾ വന്നെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്രാവശ്യം അമ്പലത്തിലെ ഉത്സവം നന്നായി നടക്കണം. ചുറ്റിനുള്ള നാട്ടുകാരൊക്കെ നമ്മുടെ ഉത്സവത്തിനെ കുറിച്ച് സംസാരിക്കണം. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ആഭരണങ്ങൾ വരണം മുതലാളി. മഹാലക്ഷ്മി, നന്നായിട്ട് കുടുങ്ങിയല്ലോ രാജാ. നീ എന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കി ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും കിടക്കേണ്ടി വരില്ലായിരുന്നല്ലോ രാജാ. നിന്നെ ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ നീ നോക്കിക്കോ. നീയോ? നീ എന്താ ചെയ്യുന്ന ഇവിടെ? കൊന്നുകളയണതിന്റെ എന്റെ ബലൂനൊക്കെ പൊട്ടിപ്പോയതായിരിക്കും. നിനക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ഇന്നു മുതൽ നീ പറഞ്ഞ ഒന്നും ഞാൻ കേൾക്കില്ല. അതല്ല ഗീത, ഒന്നും മിണ്ടാണ്ട് ഓടാ, എണീറ്റ് കാട്ടുപന്നി. ഗീത, അടുത്തങ്ങനെ കിടക്കുന്നത് തെറ്റല്ലേ മുത്തേ? എനിക്ക് ദേഷ്യം വന്നു. അത് പിന്നെ അത് രാജയും ഞാനും ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. എന്തെങ്കിലും ചെയ്താലല്ലേ ഫീൽ ചെയ്യാൻ പറ്റൂ. ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ? ഗീത, ഇവിടുന്ന് പൊക്കെ. പോവാ. പോകാതെ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാ? ഇവളെന്താടാ ഈ പറയുന്നത്? ആവശ്യമില്ലാത്ത എന്തൊക്കെ എന്ത് പറ്റിയോക്ക്? അല്ല ഗുരു, എന്താടാ? നമ്മുടെ നാട്ടിൽ നിങ്ങളെ കുറിച്ച് പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെ സത്യാണോ അതോ നോണയാ? എന്താ പറഞ്ഞു കേൾക്കുന്നെന്ന് പറ. നിന്റെ ഭാര്യ അടുത്ത വീട്ടിലെ സന്തോഷിന്റെ കൂടെ ഓടിപ്പോയിന്ന് കേട്ടു. എന്റെ ഭാര്യ ഓടിപ്പോയെന്നല്ലടാ, അവൻ അവളെ തട്ടിക്കൊണ്ടുപോയതാ. അപ്പൊ നിങ്ങളുടെ ഭാര്യക്ക് അത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? അഹങ്കാരാണ്. അവൾക്ക് അഹങ്കാരം അങ്ങ് മൂത്ത് പോയി. ഗുരു, ആരാന്നറിയില്ല, 3 റൗഡികള് നിങ്ങളെ തെരഞ്ഞിട്ടാ വരുന്നേ. ഹേയ്, നമ്മളെക്കാളും വലിയ റൗഡി ആരാടാ ഉള്ളേ? എന്നെ പറ്റി നീ 4 ഡയലോഗ് അങ്ങ് പൊക്കി അടിച്ചേക്ക്. പിന്നല്ലാതെ നീ പറ നന്നായിട്ട് തന്നെ പൊക്കി അടിച്ചോ. ഇപ്പൊ കണ്ടോ എന്റെ കഴിവെന്താന്ന്? ചേട്ടാ നമസ്കാരം. ചേട്ടാ, ഞങ്ങളുടെ ഗുരുവിനെ കുറിച്ച് അറിയോ? അറിയില്ല. എന്ത് അറിയില്ലേ? ഒറ്റ കൈ കൊണ്ട് ഒറ്റയടിക്ക് 100 പേരെ വെട്ടിക്കൊന്ന ആളാ. പുല്ലൻ അല്ല, പുല്ല് പോലെ. അതാണ് ഞങ്ങളുടെ ഗുരു. കാശെടുക്ക. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ പറടോ പറ. കഴിഞ്ഞിട്ടില്ല. മിനിഞ്ഞാന്നേ നമ്മുടെ മാർക്കറ്റില്ലേ, അവിടെ വെച്ച് 10 പേരുടെ കഴുത്തിന് പിടിച്ച് കോഴിയെ കൊല്ലുന്ന പോലെ അങ്ങനെ ചുരുട്ടി പിടിച്ച് ഒറ്റ വെട്ടലിൽ കൊന്നത് ഈ ഗുരുവാ. അല്ല പിന്നെ? അത് മാത്രമല്ല, തരുമല്ലോ, ഞാൻ തന്നോളടാ. നീ ഇനി കണ്ടോ നിന്നെ കുറിച്ച് എന്താ പറയാൻ പോകുന്നെന്ന്. കിട്ടാനുള്ള സാധനങ്ങളൊക്കെ ശരിക്കും കിട്ടിയിരിക്കും. അതേ മാർക്കറ്റിൽ വെച്ച് എന്താ നടന്നത്? സൈപ്പർ എന്നാളെ കൊന്നില്ലേ, അത് നമ്മുടെ ഗുരു തന്നെയാ. അപ്പൊ നമ്മുടെ അനിയനെ കൊന്നത് ഈ ഇരിക്കുന്നവനാണ്. കേൾക്കാൻ നോക്കണോടാ. നിങ്ങൾ എന്നല്ലേ പറയാൻ പറഞ്ഞ? നന്നായി പൊക്കി പറയാൻ പറഞ്ഞു. അടുത്തതായി നടക്കാൻ പോകുന്നത് സീനും രാജയും തമ്മിലുള്ള പാട്ടാണ്. എല്ലാരും കേട്ട് എൻജോയ് ചെയ്യൂ. തുടങ്ങിക്കോ. രാജ, മഹാലക്ഷ്മി വരുന്നതാ. എന്താണ് നോക്കിയിരിക്കുന്നേ? എന്തു പറ്റി മഹാലക്ഷ്മി? നീ എന്താ ഈ സൈഡിലോട്ട് വന്നേ? ഐ ലവ് യു രാജ. ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു.
ഞാൻ നിന്നെ വീഴ്ത്താൻ വേണ്ടി നോക്കുന്ന സമയത്ത് നീ അവളെ പ്രേമിച്ച് വീഴ്ത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഞാൻ നിനക്ക് അത്രയ്ക്ക് പറ്റാത്തതായിട്ട് തോന്നുന്നുണ്ടോ? എന്തുവാണ് രാജ ഇത്? നിങ്ങൾ തമ്മിലുള്ള ലവ് ട്രാക്ക് എപ്പോഴാ തുടങ്ങിയത്? ഇതിന് മുമ്പ് തന്നെ നീ അവന്മാരെ ഇന്ന് അടി മേടിച്ചിട്ടുണ്ട്. ഇത്തവണ പെട്ടാ നിന്നെ അവന്മാര് കൊന്നു കളയും കേട്ടാ. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വെട്ട് മേടിച്ച് ചാവുന്നതിനേക്കാളും നീ അവളെ മറന്നു കളയടാ. എടാ ഒന്ന് നിർത്ത്, മതിയാക്ക്. മഹാലക്ഷ്മി എന്നെ പ്രേമിച്ചാ മതിയോ? എനിക്ക് തിരിച്ച ആഗ്രഹം വേണ്ടേ? നിനക്ക് ആഗ്രഹമില്ലാത്തോണ്ടാണോ അത് ഇതുവരെ എത്തിയത്? ഞാൻ സത്യമായിട്ടാ പറയുന്നത്. ഞാൻ മഹാലക്ഷ്മി പ്രേമിക്കുന്നില്ല ഗീത. ഞാൻ ഇത് വിശ്വസിക്കില്ല. ശരി, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നാളെ ഉത്സവത്തിന് നീ എന്റെ മുമ്പിൽ വെച്ച് അവളെ പ്രേമിക്കുന്നില്ല എന്ന് പറയണം. അപ്പോഴേ ഞാൻ വിശ്വസിക്കണം. ശരി, ഞാൻ പറയാം.